കഷ്ടപ്പെടുന്നത്. കാരണം ഇപ്പം സത്യത്തിൽ അന്നെടുത്ത പ്രായമാണോ? ഈ 17 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കഷ്ടപ്പെട്ട പ്രായമാണോ? ഇപ്പം എല്ലാവരും രോഗികളാണ്, ഞാൻ ഉൾപ്പെടെ. പക്ഷെ നമ്മുടെ മനസ്സ് പിടിച്ചു നിർത്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കൊരു ഫോൺ എടുക്കാൻ നേരമില്ല, ഞങ്ങൾക്കൊരു പത്രം വായിക്കാൻ നേരമില്ല. കാര്യം വീട് കുഴച്ച് വന്നിട്ടുള്ള ബാക്കിയുള്ള ജോലി എല്ലാം രാത്രിയാണ്. ഭർത്താവ് ഉറങ്ങുന്നില്ലേ? ഉറങ്ങ, ഇതൊന്ന് ചെയ്തോട്ടെ, ഇത് കിട്ടുക. വട്ടം കറങ്ങി നിൽക്കുവാണ്. ഇത് 64 ചോദ്യമാണ് ഒരു വീട്ടിൽ ഞങ്ങൾ ചോദിക്കേണ്ടത്. നേരത്തെ എന്റെ സഹോദരി പറഞ്ഞതുപോലെ ഈ പറയുമ്പോൾ ചില ഫോൺ ഞങ്ങൾക്ക് ഇവരൊരു ഫോൺ തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഫോണിലാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. അതാ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ പോയി, എല്ലാം പോയി. ഇതാണ് കളി. പിന്നെ എന്നിട്ട് പോലും ഞങ്ങള് അതിന്റെ അടക്കാണ് അക്ഷമേധം എന്ന് പറഞ്ഞൊരു പരിപാടിയും കൊണ്ടുവന്നത്. കാരണം എന്താണ്? ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാം അവരുടെ പാടുകൾ നോക്കണം. ഞാൻ പോയി കുറച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഒരു പദ്ധതി മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. ഒരേ ഒരു പദ്ധതി. അതെന്തുവാണ്? അമ്മയും കുഞ്ഞും പദ്ധതിയാണ്. ആ അമ്മയും കുഞ്ഞും പദ്ധതി പറഞ്ഞിട്ട് 600 പദ്ധതികളാണ് ഞങ്ങൾ വിലക്കടിക്ക് എത്തിച്ചു വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ അങ്ങനെ വിട്ടു. ശരി, ഞങ്ങൾ എല്ലാ ജോലിയും ചെയ്യാൻ സന്നദ്ധരാണ്, സർവ്വ ജോലിയും ചെയ്യാൻ സന്നദ്ധരാണ്. ഞങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചത് ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. പക്ഷേ ഈ 21,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ, അത് പ്രഖ്യാപിച്ചേ തീരൂ. 1 ലക്ഷം രൂപ ഞങ്ങളുടെ വിരമിക്കൽ പെൻഷൻ. കാര്യം തീരാറായപ്പോൾ ഇവര് പറയാണ് 62 വയസ്സായപ്പോ എല്ലാരും പൊക്കിയോളാൻ, എല്ലാരും അങ്ങോട്ട് പൊക്കിയോളാൻ. ഇത് ഈ CIT കാർഡ് ആൾക്കാരും 65 വയസ്സ് വരെ ആയവരുണ്ട് ഇപ്പോഴും. എന്നിട്ട് അവർ അനങ്ങാതിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പുറകോട്ട് പോകത്തില്ല, മുന്നോട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. മുന്നോട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അത് യാതൊരു മടിയുമില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഈ 21,000 രൂപ മേടിക്കുന്നത് വരെയും 3-ാം തീയതി നോമ്പ് തുടങ്ങിയാണ്. പക്ഷെ 3-ാം തീയതി നിയമസഭാ മാർച്ചിലേക്കും ഞാൻ മുമ്പന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും. അതിലെനിക്ക് ഒരുപാട് ADS-ന്റെ ഭാഗത്ത് ഒരുപാട് ഇന്നലെ രാത്രി മുതൽ കുറെ ഭീഷണിയൊക്കെ വന്നു. പക്ഷെ ഫാത്തിമ ഭയക്കത്തില്ല. കാര്യം ജനിച്ചാലൊരു മരണം, അതെപ്പോഴാണേലും നമുക്ക് ജനിച്ചാലൊരു മരണമുണ്ട്. അതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. പക്ഷെ ഞങ്ങൾ പുറകോട്ടില്ല, മുന്നോട്ട് തന്നെ. ഞാൻ ഈ അവസരത്തിൽ പറയണം, ഒരൊറ്റ ആശമാരും നമ്മുടെ ഈ ഓണറേറി അനുവദിക്കാതെ ഒരു ജോലിയും ചെയ്യരുത്, ഒരു റിപ്പോർട്ട് കൊടുക്കരുത്, ഒരു ജോലി ചെയ്തോന്ന് ഞാനാണ് പറയുന്നത്. പിന്നെ എല്ലാവർക്കും കൂടി ഞാൻ ഈ പ്രസംഗിച്ച എല്ലാവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.